ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. കീർത്തിയല്ലേ? അത് അവള് തന്നെ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമസ്കാരം സാർ. ശ്രീകുമാർ? അതെ സാർ. SI സാർ വണ്ടിയിലുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. ബാ സാർ, ഇരിക്കുക സാർ. സിന്ധു, സിന്ധു. നിങ്ങളുടെ പേരെന്താ? ശ്രീകുമാർ. ശ്രീകുമാർ എന്ത് ചെയ്യുന്നു? സാറേ, ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കിപ്പോൾ അടുത്ത മാസം തിരിച്ചു പോകണം. ഇതെന്റെ ഭാര്യ സിന്ധു. സിന്ധു എന്ത് ചെയ്യുന്നു? ഞാൻ ജില്ലാ ഹോസ്പിറ്റലിൽ നേഴ്സാണ്. ഓ. സിന്ധു, ഒരു കുടിക്കാൻ എന്തെങ്കിലും എടുത്തുണ്ടോ? ആരുടെ ഫോണിലേക്കാണ് വീഡിയോ ആദ്യം വന്നത്? എന്റെ ഫോണിലോട്ടാണ് ആദ്യം വന്നത്. ഒരു അരമണിക്കൂറിന് ശേഷം സിന്ധുവിന്റെ ഫോണിലോട്ടും വന്നു. ഈ വീഡിയോ വന്നതിന് ശേഷം ആ നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്തിരുന്നോ? ആ നമ്പറിലോട്ട് ഞാൻ കോൾ ചെയ്തു, പക്ഷെ കിട്ടുന്നില്ല. ആ നമ്പറാണ് ഞാൻ സാറിന് അയച്ചത്. ശരി, നിങ്ങൾ ആ കുട്ടിയെ വിളിക്കാം സാർ. ഇത്തരം കേസുകൾ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്, സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ച്. നീ കീർത്തിയുടെ ഫോണിങ് എടുത്തുണ്ടോ? ശ്രീകുമാറിന് എത്ര കുട്ടികളാ? സാറേ, എനിക്ക് 3 കുട്ടികളാ. 2 പെണ്ണും ഒരാണും. ഓ. വീഡിയോ വന്നതിന് ശേഷം പലരും കോൾ ചെയ്തു, അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചതാ. അഭിലാഷേ, ആ ഫോണൊന്ന് ചെക്ക് ചെയ്യേ. ശരി സാർ. ശരി, നിങ്ങൾ ആ കുട്ടിയെ വിളിക്കാം സാർ. വിനീത് സാറേ, ഈ നമ്പറെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഓക്കെ. മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1. കീർത്തി ഫോണിൽ വീഡിയോ എടുത്തതിന് ശേഷം കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുത്തിരുന്നോ? ശ്രീകുമാറെ, നിങ്ങൾ അപ്പുറത്തേക്ക് ഒന്ന് മാറി നിൽക്ക്. ഇനി പറ കീർത്തി. വീഡിയോ എടുക്കാറുണ്ട്, റീൽസ് ചെയ്ത് ഈ വീഡിയോസ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാറുണ്ട്, വീഡിയോ കോളും ചെയ്യാറുണ്ട്. സാറേ, 3 നമ്പറിൽ നിന്നാണ് കീർത്തിയുടെ ഫോണിലേക്ക് വീഡിയോസ് വന്നിരിക്കുന്നത്. കീർത്തി റൂമിലിരുന്ന് ആർക്കെങ്കിലും വീഡിയോ കോൾ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഈ ഫോണിലെ എല്ലാ നമ്പറിലേക്കും വീഡിയോസും ഫോട്ടോസും എത്തിച്ചേരാനാണ് സാധ്യത. കാരണം പലരും വാട്സപ്പിലേക്ക് മെസ്സേജ് തിരിച്ചയച്ചിട്ടുണ്ട്. മോള് വീഡിയോ എടുക്കുന്നത് റൂമിൽ വെച്ചാണോ? ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കൂടുതൽ റൂമിൽ വെച്ച് വീഡിയോ എടുക്കുന്നത്. എടുത്ത വീഡിയോസ് എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എത്ര നാളായി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്? 1 വർഷത്തിൽ കൂടുതലായി. ആ സമയത്ത് ഞാൻ വേറൊരു ഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കേടായപ്പോൾ അത് നന്നാക്കാൻ കൊടുത്തു. ഈ ഫോൺ എവിടെ നന്നാക്കാൻ കൊടുത്തേ? അതെനിക്കറിയില്ല, ചേട്ടൻ്റെ അത് നന്നാക്കാൻ കൊടുത്തത്. ശ്രീകുമാറിനോട് ആ പയ്യനെ വിളിക്കാൻ പറ. നിങ്ങള് കീർത്തിയുടെ റൂം ഒന്ന് പരിശോധിക്കേ. ശരി സാർ. ഈ നന്നാക്കാൻ കൊടുത്ത ഫോൺ ഏതായിരുന്നു? അത് ഐഫോൺ ആണ് സാർ. ഞങ്ങൾ വന്നിട്ട് കുറെ നേരമായി. താനെന്താ ഉറങ്ങായിരുന്നോ? അതെ സാർ, ഞാൻ ഉറങ്ങുമായിരുന്നു. താൻ എന്തിനാ പഠിക്കുന്നേ? എഞ്ചിനീയറിംഗ്. ഉറക്കെ പറയടോ. ഞാൻ പറഞ്ഞല്ലോ. എന്തു പറഞ്ഞു?
ഈ കീർത്തി ഉപയോഗിക്കുന്ന ഫോൺ നീയല്ലേ നന്നാക്കാൻ കൊടുത്തേ? അതെ, എവിടെ കൊടുത്തേ? എന്റെ സുഹൃത്തിന്റെ അടുത്താ. അത് നന്നാക്കാൻ പറ്റിയല്ലോ സാറേ. ഇതൊന്ന് നോക്കിക്കേ സാറേ, ഇതെന്നാന്ന്. എന്താ സാറേ? എന്നാ സാറേ? ക്യാമറയാ സാറേ ഇത്? താഴേക്ക് പോകുമ്പോ എന്നാ വാ. സാറേ ഇത് നോക്ക്, ക്യാമറ ഇത്. ഇത് കീർത്തിയിലാണോ? ഇത് ഇത് ചേട്ടൻ എനിക്ക് തന്നതാ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്. ഞാനപ്പോ തന്നു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അത് ഈ പാവയൊന്നുമല്ല. ഇത് എവിടുന്ന അഭിലാഷ കിട്ടിയേ? കീർത്തിയുടെ റൂമിന്റെ ഡോറിൽ നിന്നാ സാറേ കിട്ടിയത്. ഇവന്റെ റൂമൊന്ന് പരിശോധിക്കേ. ശരി സാർ. വാടാ ഇവിടെ. നീ കൂടുതൽ വെളച്ചിലെടുക്കണ്ട, നടക്കടാ. സാർ വിട് സാറേ. കീർത്തിക്ക് ആ പാവ കൊടുത്ത് നീലടാ. ഞാൻ അല്ല സാർ. നിന്നെ കണ്ട നിമിഷം മുതൽ ഞാൻ നോക്കി വെച്ചേക്ക് കേട്ടോ. ഞാൻ അല്ല സാറേ. സത്യം പറയടാ, നീലടാ വീഡിയോ അപ്ലോഡ് ചെയ്ത്. അല്ല സാറേ, ഞാൻ അല്ല അപ്ലോഡ് ചെയ്തത്. സാറേ എന്നാ സാറേ കാണിക്കുന്നത്? സാർ മാറി നിൽക്ക്. സാർ അവനെ അങ്ങ് മാറി നിൽക്കോ. സാർ വീട് സാർ അവനെ. നിന്റെ ലാപ്ടോപ്പ് മൊബൈൽ എടുത്ത് സാർ, വിടാം. മാറി നിൽക്ക്. പോയി എടുത്ത് വിടാം. സാറേ. അഭിലാഷേ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഇങ്ങോട്ട് മാറിക്കടാ. പാസ്വേഡ് പറഞ്ഞു കൊടുക്കടാ. ഞാൻ തുറന്നിട്ട് സാറേ. തുറക്ക്. അവന്റെ വീഡിയോ പിടുത്തം ഇത് കണ്ടോ സാറേ? ആ കൊച്ചിന്റെ എല്ലാം ഉണ്ട്. നിങ്ങളും കാണ് മകന്റെ ലീലാവിലാസങ്ങള്. എന്നതാടാ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇയാള് തന്തയാണോടോ? നോക്ക്. കാണത്. ഇങ്ങോട്ട് വാടാ, ഫ്രണ്ടിലേക്ക് കയറിക്കടാ. നീ വാടാ മോനെ. നീ വാ, നിന്നെ ഞങ്ങള് കൊണ്ടുപോവാ. കൊണ്ടുപോനെ. അവനെ താഴേക്ക് കൊണ്ടു. ആ കൊച്ചിന്റെ കയ്യിന്ന് പരാതി എഴുതി മേടിക്കേ. സാറേ ഇത് കേസാക്കരുത് സാറേ. അവന് ഭാവി പോകും സാറേ. ഈ കേസിന്റെ ഗൗരവം എനിക്കറിയാമോ? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. താനൊരു കാര്യം മനസ്സിലാക്ക്. എടോ, പ്രായപൂർത്തിയാവാത്ത പെങ്കൊച്ചിന്റെ ഫോട്ടോയും വീഡിയോയും അപ്ലോഡ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നതെന്ന് എനിക്കറിയാമോ? പോക്സോ ആക്ട് പ്രകാരം അവനെതിരെ കേസെടുക്കാം. അവൻ പ്രതിയാണ്. അറിയാം, എന്റെ മോനായി പോയില്ലേ സാറേ, എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? സാർ അതെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം സാർ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം സാറേ. വാ, ഇരുന്ന് സംസാരിക്കാം സാറേ. സാർ വാ. തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറ് പറയുന്ന പോലെ 15 ലക്ഷം രൂപ തരണം. ഒരു 5 ലക്ഷം രൂപ തരാം. 5 ലക്ഷം രൂപ പോരടോ. തന്റെ മോനെ ഞാൻ 5 ലക്ഷം രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. ഒരു 15 ലക്ഷം രൂപയെങ്കിലും വേണം. സാറേ അത്ര എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടിയില്ല സാറേ. ഞാനിപ്പോൾ ഒരു 5 ലക്ഷം രൂപ തരാം. സാർ എനിക്ക് കുറച്ച് സമയം താ. തന്റെ മോന്റെ ഭാവി, തന്റെ മോക്കടെ ഭാവി താൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്ക് കേട്ടോ. ഞാൻ താഴെ കാണും. ഒന്ന് ആലോചിച്ചിട്ട് പറ. സാറേ ഇതൊന്ന് കണ്ടു നോക്കിയേ. ആടാ കൊച്ചേ, നീ നീ വാടാ. നിന്നെ കൊണ്ടിട്ട് കാര്യമുണ്ട്. വാ മോനെ, നീ വാ. സാറേ ഒന്ന് വിടാൻ പറ സാറേ. കേറ് കേറ്. അപ്പാ. താനിരിക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ ഡീലില്ലേ, അതങ്ങോട്ട് ഉറപ്പിക്കാം.
ഇതും കൂടി അങ്ങോട്ട് കണ്ടിട്ട്. ശ്രീകുമാരേ, ഇപ്പൊ എന്തു പറയുന്നു? കേസാക്കില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ അവനെ കൊണ്ടുപോകുന്നത്? നമ്മുടെ മകന് ഞാനും നീയൊന്നും അപ്പനും അമ്മയൊന്നും അല്ല, വേറൊരു ആണും പെണ്ണും. അതുകൊണ്ടാണല്ലോ അവൻ നമ്മുടെ മുറിയിലും ക്യാമറ വെച്ചിരിക്കുന്നത്. എന്താ ചേട്ടാ അവൻ ഇങ്ങനെ ആയിപ്പോയത്? ഞാനിപ്പോ കണ്ടത് നമ്മുടെ വീഡിയോ. അപ്പൊ ശരി. സിന്ധു, ഇവിടെ ഇരിക്കും. ശ്രീയേട്ട, എനിക്കിനി ജീവിക്കണ്ട. എന്തിനെങ്ങനെ ഒരു ജീവിതം? നമ്മൾ ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ആൾക്കാരുടെ മുഖത്ത് നമ്മൾ എങ്ങനെ നോക്കും? തീരുമാനവും മരിക്കാന്നുള്ളത്. നമുക്ക് ഒരുമിച്ച് മരിക്കാം. അച്ഛാ, അമ്മേ, വാതിൽ തുറക്കച്ചാ. അച്ഛാ, അച്ഛാ. എന്ത് പറ്റി ചേച്ചി? അച്ഛനമ്മ വാതിൽ തുറക്കുന്നില്ല. അച്ഛാ, അമ്മേ, എന്താ ഈ കാണിക്കുന്നത്? എന്താ അമ്മ ഇങ്ങനെയൊക്കെ? ഞങ്ങളെ വിളിച്ചുകൂടായിരുന്നോ? നിങ്ങൾ എന്നെ ഓർത്തോ? പോട്ടെ, നമ്മുടെ കിങ്ങിണി മോളെ ഓർത്തോ? വേണ്ട അച്ഛാ, നമുക്ക് ജീവിക്കണം. അന്തസ്സോടെ തല ഉയർത്തി തന്നെ ജീവിക്കണം. ഇതൊന്നും നമ്മുടെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ലോ.